Hello students. So in today's video we will be discussing about the coordination compound at its nomenclature. എങ്ങനെ coordination compounds നെ നമുക്ക് name ചെയ്യാം. നമുക്കൊരു exampleന് തുടങ്ങാം. For example KCl plus MgCl2 when reacts with 6 moles of water we are getting a compound KCl MgCl2 6H2. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് കാർനലൈറ്റ്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് 2 or more സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോഷിയോമെട്രിക് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് മോളിക്യുലർ ഓർ it is known as addition compound. So what is an addition compound എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒന്നോ രണ്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള സോൾട്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മുടെ addition compounds. Let us take one more example. For example, we have got FeSO4 plus NH4 twice SO4 plus 6H2. This one gives FeSO4. It gives an addition compound FeSO4 NH4 twice SO4 6H2. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? This is the formula for ഏതാണ്? It is the formula for Moore's salt. So ഇതെല്ലാം നമ്മുടെ എന്ത് കോമ്പൗണ്ട്സ് ആണ്? നമ്മുടെ addition compounds ആണ്. ഈ addition compounds ഇല്ലെങ്കിൽ നമ്മുടെ മോളിക്കുലർ കോമ്പൗണ്ട്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യില്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇറ്റ് ഈസ് നോൺ ആസ് ഡബിൾ സോൾട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അവർ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഡബിൾ സോൾട്ട് ആൻഡ് എന്താണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. So the addition compounds fall into two categories. They are the double salts and coordination compound. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. What do you mean by അല്ലെങ്കിൽ എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം? എന്താണ് ഒരു ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡബിൾ സോൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these addition compounds are stable in the solid state. Solid സ്റ്റേറ്റിൽ ഈ കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഈ കോമ്പൗണ്ട്സ് വളരെയേറെ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ ഇതിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ഡബിൾ സോൾട്ടിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പണൻസ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ തൊട്ട് മുമ്പേ കാർനലൈറ്റിന്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിന്റെ ഫോർമുല. ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എന്താണ്? ഡബിൾ സോൾട്ട് ആണ്. അപ്പൊ ഇത് സോളിഡ് സ്റ്റേറ്റിൽ സ്റ്റേബിൾ ആണ്. പക്ഷെ നമ്മൾ ഇതിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസോൾവ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? ഇറ്റ് ബ്രേക്സ് അപ്പ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവന്റ് എന്താണ്? അയൺസ്. എന്തൊക്കെയാണ് ഇതിലത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്? ഏതാണ്? ഇവിടെ നോക്കുക, K പ്ലസ് Mg2+ and Cl minus ions. അപ്പൊ നമ്മുടെ aqueous solution വരുമ്പോൾ എന്തായിരിക്കും? ഈ കാർനലൈറ്റ് shows the property of K plus Mg2+ and എന്താണ്? Cl minus. So in such compounds നമുക്ക് എന്ത് പറയാം? ഡബിൾ സോൾട്ട് എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൽ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി, ഇപ്പൊ ഇതിൽ തന്നെ ഇൻഡിവിജ്വൽ K plus Mg2+ ഇതേപോലെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ആർ നോട്ട് ലോസ്റ്റ്. Individual properties are not lost in the case of എന്താണ്? In the case of double salt. ഇനി അതേപോലെ നമുക്ക് ഡബിൾ സോൾട്ട് പറയുമ്പോൾ എന്താണ്? ഈ ഡബിൾ സോൾട്ട് യൂഷ്വലി എന്തായിരിക്കും? 2 simple salts in equimolar ratio ആയിരിക്കും. ഡബിൾ സോൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ജനറലി രണ്ട് സിമ്പിൾ ആയിട്ടുള്ള സോൾട്ട്സ് എന്തായിരിക്കും? ഇക്വിമോളാർ പ്രപ്പോർഷനിലായിരിക്കും. ഇനി ഇവിടെ എന്തുണ്ടാവില്ല? They are generally ionic compound. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? Double salts are ionic compound and they എന്താണ്? Coordinate bond is not present in the case of double bond. Coordinate bond ഇല്ല. അത് എന്ത് compounds ആണ് double salts? They are ionic compounds. ഇനി a double salt എന്താണ്? Loses its identity in solution അല്ലേ? കാരണം എന്താണ്? ഇതാണ് നമ്മുടെ ഡബിൾ സോൾട്ട് വരുന്നത്. അതിന്റെ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടാണ് ഏത് മാറുന്നത്? അത് ഡബിൾ സോൾട്ട് മാറുന്നത്. ഇനി അതേപോലെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാറ്റഗറി നമ്മുടെ ഡബിൾ സോൾട്ട് ആണ്. സെക്കൻഡ് വൺ ഈസ് അവർ വാട്ട്? കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ്
കോർഡിനേഷൻ കോമ്പൗണ്ട്. സോ നമ്മൾ പറഞ്ഞു ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞ എന്താണ്, അത് ഡിസോൾവ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ആയി മാറും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ എന്ത് ബോണ്ട് ആയിരിക്കും പ്രസന്റ്, there will be a coordinate bond or what is that, it is a dative bond. എന്താണ് coordinate bond, dative bond എന്ന് അറിയാം അല്ലേ, എന്താണ്, ഒരു ആറ്റം ആണ് അവന്റെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണച്ചാൽ, ഒന്ന് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യണ്ടെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് പറയുക കോർഡിനേറ്റ് ഓർ ഡേറ്റീവ് ബോണ്ട്. സോ നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിൽ എന്താണ്, ഇത് സോളിഡ് സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ഒരേപോലെ ഇരിക്കും, ഇതേപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അയൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല. ലെറ്റ് us take an example. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. K4FeCN6 ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാവുക. ഇവിടെ നോക്കാം, ഇതേപോലെ ഒരു കോംപ്ലക്സിന്റെ ചുറ്റും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുണ്ട് വെച്ചാൽ ജനറലി നമ്മൾ അത് എങ്ങനത്തെ, ജനറലി അല്ല, നമ്മൾ ഏത് കോമ്പൗണ്ട്സ് ആണ് പ്രസന്റ് ചെയ്യാറും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. സോ ഇവിടെ നോക്കാം, നമ്മുടെ ഡബിൾ സോൾട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള അയൺസ് തരും, ആ ഇൻഡിവിജ്വൽ അയൺസ് അവന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. പക്ഷെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കേസിൽ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 4K plus FeCN6 4-. ഇവിടെ നോക്കുക 4K plus ആണ് നമ്മുടെ മോളിക്യൂൾ, എന്ത് മോളിക്യൂൾ ആണ്, ന്യൂട്രൽ മോളിക്യൂൾ ആണ്, അതുകൊണ്ടാണ് ഇവിടെ 4K പ്ലസും ഇവിടെ അതുകൊണ്ട് എന്താ നമ്മൾ ഇട്ടിരിക്കുന്നത് 4- ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ കോംപ്ലക്സിൽ it does not ionize to give what, it does not ionize to give Fe2 plus and Cn minus ion. whereas double salt ആയിരുന്നപ്പോൾ എന്തായിരുന്നു, എല്ലാം ഇൻഡിവിജ്വൽ കമ്പോണൻസ് എന്താ ഉണ്ടായിരുന്നു, അയനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കേസിൽ ഇത്രയും ഭാഗം നോക്കുക, ഇതെന്താവും, ഇത് അയനൈസ് ചെയ്യില്ല, അത് അതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കേസിൽ എന്താണ്, they may or may not be ionic but the complex part always contains coordinate bond. ഈ കോംപ്ലക്സ് പാർട്ടിൽ എപ്പോഴും എന്തുണ്ടാവും, അതില് കോർഡിനേറ്റ് bond will be present. So we can say that എന്താണ് ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ട്, the salts of complex ion, salts of complex ion are called complex compound or നമുക്ക് എന്ത് പറയാം, or they can be also called as coordination compound. coordinate compounds ന്റെ എന്തുകൊണ്ടാണ് നമ്മൾ coordinate compounds എന്ന് പറയുന്നത്, കാരണം അവിടെ എന്ത് ബോണ്ടാണുള്ളത്, മെറ്റലും അതിന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ് ആറ്റംസും തമ്മിൽ എന്ത് ബോണ്ടാണുള്ളത്, a coordinate bond is there. ഇനി ഇവിടെ നോക്കുക, so the branch of chemistry that deals with the study of coordination compound is called as coordination chemistry. ഇനി ഇവിടെ നമ്മൾ ഒരു വേർഡ് പറയേണ്ടത് salt of complex ions അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്. എന്താണ് കോംപ്ലക്സ് കോമ്പൗണ്ട്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്താൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, CuNH3 എന്താണ് SO4. ഈ കോംപ്ലക്സിൽ ഇറ്റ് കണ്ടെയ്ൻസ്, നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിൽ അണ്ടറിൽ വരുന്നത് ഏതാണ്, CuNH3 4 times 2+ ion. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ കോംപ്ലക്സ് അയൺ എന്ന് പറയുന്നത്. It is known as our എന്താണ് കോംപ്ലക്സ് അയൺ. സോ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ജനറലി കണ്ടെയ്ൻസ് എന്താണ്, 1 or more കോംപ്ലക്സ് അയൺ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കാണിച്ചത്. ഇനി ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. ജനറലി ഏതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട് എടുക്കാറും, ട്രാൻസിഷൻ എലിമെന്റ്സ്. നമ്മൾ ട്രാൻസിഷൻ എലിമെന്റ്സ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രാൻസിഷൻ എലിമെന്റ് ഫോംസ് എന്താണ്, കോംപ്ലക്സ് കോമ്പൗണ്ട്. സോ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവും ഓർ എ കാറ്റയോൺ ഉണ്ടാവും വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ, ഈ മെറ്റൽ ആറ്റത്തിന്റെ ചുറ്റും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി surrounded by a suitable number of anions or we can say that or neutral molecules. It will be surrounded by anions or neutral molecules. And എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരു പ്രത്യേകത, it retain its identity in solution as well as in solid state. So നമ്മൾ പറഞ്ഞു ഒരു മെറ്റലിന്റെ ചുറ്റും എന്താണ്, suitable number of anions അല്ലെങ്കിൽ neutral molecules ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
മെറ്റലിന്റെ ചുറ്റുമുള്ള ആറ്റംസിനെ ആണ് നമ്മൾ പറയുന്നത് ലിഗാൻഡ്സ്. ഇത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. സോ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജി ഏതാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് ലിഗാൻഡ് ആണ്. സോ ലിഗാൻഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് പറയാം? ലിഗാൻഡ്, ദ ഡോണർ ആറ്റംസ്, മോളിക്യൂൾസ് or anions which donate a pair of electrons. എന്തിനാണ് ഡൊണേറ്റ് ചെയ്യേണ്ടത്? to the central metal atom or ion and form a coordinate bond with it are called ligands. അപ്പോൾ മെറ്റലിന് ആറ്റംസ് ഡൊണേറ്റ് ചെയ്യുന്നത്, മെറ്റലിന്റെ ചുറ്റും നിൽക്കണ മെറ്റലിന് ആറ്റംസ് ഡൊണേറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയാറ്? we call it as ligand. So when we say as ligands എന്താവാം? ligands may be simple ആയിട്ടുള്ള molecules such as Cl- ആവാം, small molecules such as H2O or NH3 ligand ആയിട്ടാവാം, അല്ലെങ്കിൽ large molecules such as ethylene diamine. All this can act as ligands. അല്ലെങ്കിൽ എന്താണ്? ഇതിനെക്കാട്ടിലും വലിയ മാക്രോ മോളിക്യൂൾസ് ഉണ്ടാവാം. നമ്മൾ ജനറലി മോസ്റ്റ് കോമൺ ഡോണർ ആറ്റംസ് ഇൻ ലിഗാൻഡ്സ് ആർ നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നമുക്ക് ലിഗാൻഡ് ഒന്നും കൂടി നോക്കാം. നമ്മളിവിടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതുന്നുണ്ട്, NiNH3 6 times 2+. സോ ഇത് എഴുതുമ്പോൾ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം പറയുന്നത് ഏതാണ്? ദിസ് ഈസ് അവർ സെൻട്രൽ മെറ്റൽ ആറ്റം. അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെൻട്രൽ മെറ്റൽ അയൺ, ദാറ്റ് ഈസ് Ni2+. ആൻഡ് ഇതിന്റെ ചുറ്റുമുള്ളത് ഏതാണ്? ചുറ്റും ഉള്ളത് NH3 മോളിക്യൂൾസ് ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചുറ്റുമുള്ള NH3 മോളിക്യൂൾസ് ആണ്. ഈ NH3 മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ligands എന്ന് പറയുന്നത്. So we can say that since ligands are donating electrons to the central metal atom, ligands are what? Ligands are Lewis bases. Ligands നമുക്ക് എന്ത് പറയാം? ligands act as, അല്ലെങ്കിൽ ligands are എന്താണ്? ligands are Lewis bases, whereas central metal atom or ion act as എന്താണ്? it act as a Lewis acid. ഇനി അടുത്തത് നോക്കാം. അടുത്തത് what is coordination sphere? സെക്കൻഡ് ടെർമിനോളജി ആണ് coordination sphere. coordination sphere നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, CuNH3 4 times 2+ ion. ഇവിടെ നമ്മുടെ ഏത് പോർഷൻ ആണ്? ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ? ഇൻ ദ കോംപ്ലക്സ് സെൻട്രൽ മെറ്റൽ അയൺ ഉണ്ട്. ഈ സെൻട്രൽ മെറ്റൽ അയൺ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സെൻട്രൽ മെറ്റൽ അയൺ ഈസ് റിട്ടേൺ അലോങ് വിത്ത് അൺഅയനൈസബിൾ ലിഗൻഡ്സ് അല്ലെ? ഇത് നമ്മൾ കുറച്ച് മുമ്പേ നോക്കി. നമ്മൾ സൊല്യൂഷനിൽ ഇത് ഇതേപോലെ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ളത് അതേപോലെ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിലുള്ള പാർട്ട് പറയുന്നത് നമ്മുടെ എന്താണ്? അൺഅയനൈസബിൾ ലിഗാൻഡ് ആണ്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഡെഫിനേഷനിൽ നോക്കി. ഇത് സൊല്യൂഷനിൽ എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിലുള്ളത് അൺഅയനൈസബിൾ ആയിട്ട് ഇരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് അവർ കോർഡിനേഷൻ സ്പിയർ. സോ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അണ്ടറിൽ വരുന്ന ഈ പോർഷൻ, ദിസ് പാർട്ട് ആണ് ഈസ് നോൺ ആസ് എന്താണ്? കോർഡിനേഷൻ സ്പിയർ. ഈ പാർട്ടിന്റെ പുറത്ത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നിരിക്കുന്നത് CuNH3 2+ SO4 ആണ് തന്നിരിക്കുന്നത്. SO4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിവിടെ 2+ ഇപ്പോൾ തൽക്കാലം കളയാം. എന്തുകൊണ്ടാണ് 2+ നമുക്കറിയാം, ന്യൂട്രൽ ആണ്. അപ്പൊ SO4 2- ആണ് വരിക, അതാണ് ഇവിടെ 2+. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പോർഷൻ ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്പിയർ, ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ഈ ഒരു പോർഷൻ, the portion outside the square bracket is called as, in the sphere ആണ്, it is known as ionization sphere. ഉള്ളിലുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് കോർഡിനേഷൻ സ്പിയർ, അതിന്റെ വെളിയിലുള്ളത് പുറത്തുള്ളതാണ് നമ്മുടെ എന്ത്? അയനൈസേഷൻ സ്പിയർ. It may be noted that the species present in the coordination sphere are എന്താണ്? നോൺ അയനൈസബിൾ. ഇതിനെ നമുക്ക് അയനൈസ് ചെയ്യാൻ പറ്റില്ല. whereas the species present in the ionization sphere are എന്താണ്? അയനൈസബിൾ. ഉള്ളിലുള്ളത് നമുക്ക് അയനൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പുറത്തുള്ളത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അയനൈസബിൾ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ പറയുമ്പോൾ എന്തായിരിക്കും? SO4 2- പ്ലസ് എന്തായിരിക്കും? നമ്മുടെ കോർഡിനേഷൻ സ്പിയറിലുള്ളത് അതേപോലെ തന്നെ ഇരിക്കും. മൂന്നാമത്തത് നോക്കാം, നമ്മുടെ കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് നോക്കാം. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ
the total number of ligands. For example, നമ്മളൊരു K2 PT Cl6 നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇത്രയും കാര്യം വരുന്നത്. സോ ഇവിടെ എത്ര ക്ലോറൈഡ് അയൺസ് ഉണ്ട്? 6 ക്ലോറൈഡ് അയൺസ് ആർ പ്രസന്റ് ഇൻ ദ കോർഡിനേഷൻ സ്പിയർ അല്ലെ. കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിൽ 6 എന്തുണ്ട്? നമ്മുടെ 6 ക്ലോറൈഡ് അയൺസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ of central metal atom? ഏതാണ് central metal? This one is our platinum is our central metal. So coordination എന്തായിരിക്കും? It will be 6. Similarly ഒരു എക്സാമ്പിളും കൂടി നോക്കാം. NiNH3 4 Cl2. ഇവിടെ നോക്കുക, സെൻട്രൽ മെറ്റൽ പറയുന്നത് ഏതാണ്? നമ്മുടെ നിക്കൽ ആണ്. നിക്കലിന്റെ ചുറ്റും എത്ര എണ്ണം ഉണ്ട്? 4 NH3 മോളിക്യൂൾസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ? The coordination number for nickel is 4. So നമുക്ക് എങ്ങനെ പറയാം? What is coordination number? Coordination number is what? It is the total number of ligands attached to the central metal atom. അല്ലേ? Total number of ഇതാണ് നമ്മുടെ coordination sphere. So it is the total number of ligands which is attached to the central metal atom is known as what? Central metal atom is the code in the central metal atom in endana central metal atom in the coordination sphere is called as coordination number. Is called as the coordination number. So നമ്മൾ ഇത്രയും നേരം പഠിച്ച ടെർമിനോളജി വെച്ചിട്ട് നമുക്ക് നോക്കാം. For example, in the formation of a complex COCl3 with NH3. നമുക്ക് കോംപ്ലക്സ് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് COCl3 plus 6NH3 gives the compound COCl3 6NH3. നമുക്ക് ഇതിനെ കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് CO cobalt NH3 6 times this one is our Cl3. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച ടെർമിനോളജി വെച്ചിട്ട് ഇവിടെ this one cobalt is our what? It is our central metal ion. Cobalt ആണ് നമ്മുടെ central metal ion. And this one NH3 എന്താണ്? This one is our ligand. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? എത്ര total number of ligands around the central metal atom? It is known as our what? It is known as our coordination number. And ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്? This square bracket is our, നമ്മൾ പറഞ്ഞു എന്താണ്? It is our coordination sphere. നമ്മുടെ നോൺ അയനൈസബിൾ ആയിട്ടുള്ള കോർഡിനേഷൻ സ്പിയർ ആൻഡ് കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്തുള്ള the outer part, it is our ionization sphere. It is our ionization sphere. ഇനി നമ്മൾ ലിഗാൻഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഗാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? The donor atom surrounding the metal ions. ഈ ലിഗാൻഡ്സിനെ നമുക്ക് പറയുമ്പോൾ ലിഗാൻഡ്സിന്റെ കേസിൽ എന്ത് പറയാം? In the case of ligands, the ligands may contain atoms donate ചെയ്തു എന്ന് പറഞ്ഞു, donate ചെയ്യും എന്ന് പറഞ്ഞു, forming a dative bond. Ligands may contain one or more than one donor atom. So based on that, the ligands are named as or classified as unidentate, bidentate and so on. If only one donor atom is present. Ligands ഒരു atom അല്ലെങ്കിൽ ഒരു pair മാത്രമാണ് അല്ലെങ്കിൽ ഒരു donor atom ആണുള്ളച്ചാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ്, it is known as unidentate ligand. അല്ലെങ്കിൽ it is also known as, we also call it as unidentate or known as monodentate ligand. ഒരു donor atom മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിന് പറയുന്നതാണ് unidentate. Example for unidentate ligand is NH3. It is a unidentate ligand. Similarly, H2O is a unidentate ligand. Cn minus, it is also a unidentate ligand. Similarly, if the ligand contain two donor site, ligand case le two donor site അല്ലെങ്കിൽ two donor atoms ഉണ്ടെച്ചാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ്, it is known as എന്താണ്? Bidentate ligand. ഇനി ligand may contain two
donor atoms in such a way that it forms a 5 or 6 membered rings. So, ഇങ്ങനെ ഒരു 5 or 6 membered rings പറയുമ്പോൾ it is also called as what? It is also called as a chelate ring. എന്താണ് നമ്മൾ പറഞ്ഞത്? ലിഗാൻഡിന്റെ കേസിൽ 2 donor atoms ഉണ്ടാവാം. ഈ 2 donor atoms ആവുമ്പോൾ അതിന്റെ position will be in such a way that it forms എന്താണ്? It forms a 5 or 6 membered ring with the metal ion. So ഇങ്ങനെ ഒരു 5 or 6 membered ring form ചെയ്യുമ്പോൾ ആ റിങ്ങിന് പറയുന്ന പേരാണ് നമ്മൾ chelate ion. For example, and this property is known as what? It property forming a chelate ring. This property is called as chelation. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. This one. ഇവിടെ നോക്കാം നമുക്ക് ലിഗാൻഡിലെ എത്ര donor atoms ഉണ്ട്? There are 2 donor atoms are there. ഇവിടെ 2 donor atoms ഉണ്ട്. എന്താണ് ഈ കോമ്പൗണ്ടിന്റെ പേര്? It is known as ethane 1,2-diamine or it is also known as ethylene diamine. So ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് എന്തുണ്ട്? ഇവിടെ 2 donor atoms ഉണ്ട്. 2 donor atoms വന്നു കഴിഞ്ഞാൽ അത് എന്ത് ലിഗാൻഡ് ആയി മാറും? ബൈഡെന്റേറ്റ് ലിഗാൻഡ് ആവും. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഈ 2 donor atoms എന്ത് ഫോം ചെയ്യും? ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഒപ്പം ഇറ്റ് ക്യാൻ ഫോം എ 5 or 6 മെമ്പേർഡ് റിംഗ് അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആണ് ഇവിടെ കോപ്പർ. ഈ കോപ്പറിന്റെ ഒപ്പം നമ്മുടെ ബൈഡെന്റേറ്റ് ലിഗാൻഡ് ഇവിടെ നോക്കുക CH2 നമ്മുടെ this one. It can form a ring structure and it is known as what? CH2. This one is known as a what? It is known as a chelating ligand. This one will be 2+. So ഇങ്ങനെ ഫോം ചെയ്യുന്ന ചിലേറ്റ് റിംഗ് ആണ് പറയുക. ആൻഡ് ലിഗാൻഡിന് ഇത് നമുക്ക് ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാ എഴുതുക? CuEn 2+. So this one is our എന്ത് ലിഗാൻഡ് ആണ്? 5 or 6 membered ring ഫോം ചെയ്യേണ്ട ചിലേറ്റ് ലിഗാൻഡ്, അല്ലെങ്കിൽ it is also known as chelating ligand. And this one ഇങ്ങനെ ഫോം ചെയ്യുന്ന റിംഗ് ആണ് നമ്മുടെ എന്ത്? ചിലേറ്റ് റിംഗ്. Hope it is clear. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ട്, ടെട്രാഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ട്, ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ ഫോർ എൻ ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമ്പിൾ ഫോർ എ ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ഈസ് അവർ EDTA. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? എഥിലീൻ ഡയമീൻ ടെട്രാ അസിറ്റീൻ. ഈ EDTA കേസിൽ ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് എത്ര ഡോണർ ആറ്റംസ് ആണ്? ഇറ്റ് ഹാസ് ഗോട്ട് 6 donor atoms. എന്തൊക്കെയാണ് EDTA കേസിൽ 6 donor atoms? 2 nitrogens and 4 oxygen. 2 nitrogens and 4 oxygens are there in the case of EDTA. So നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? അതിന്റെ EDTA കേസിൽ it is written as 2 donor atoms ഉണ്ട് പറഞ്ഞു. നമുക്ക് ഏതൊക്കെയാ donor atoms എന്ന് പറഞ്ഞു. ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. It is written as EDTA CH2COO minus CH2COO minus. 6 donor atoms ഏതാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഏതൊക്കെയാണ് നമ്മുടെ 6 donor atoms? CH2COO minus and CH2CO minus. This is the structure for our EDTA in which there are 2 nitrogens and എത്ര oxygens ഉണ്ട്? 4 oxygens. These act as a what? Donor atoms and they are capable of donating എന്താണ്? Their electrons to the metal atom and they are thus capable of forming a hexadentate ligand with the metal atom. Next is the nomenclature of coordination compound. പക്ഷെ coordination compound nomenclatureലേക്ക് പോണതിന്റെ മുമ്പേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ മെറ്റൽ അയണിലുള്ള ചാർജ്. സെൻട്രൽ മെറ്റൽ അയണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ അതിന് എന്താ നമ്മൾ പറയുക? ഇസ് ഓൾസോ അവർ ഓക്സിഡേഷൻ നമ്പർ. നമ്മളിപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞു മോണോഡെന്റേറ്റ് യൂണിഡെന്റേറ്റ് ലിഗാൻഡ്. നമുക്ക് നോക്കാം. നമ്മൾ യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സ് എടുക്കുമ്പോൾ നമ്മുടെ യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ അമോണിയയുടെ കേസാണ് നോക്കണം വെച്ചാൽ നമുക്കറിയാം യൂണിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. 1 donor atom ഉള്ളൂ. ഇവിടെ ചാർജ് ഇൻ ദ കേസ് ഓഫ് അമോണിയ ഈസ്
what the charge in the case of ammonia is 0. നമ്മൾ ഈ ലിഗാൻഡിനെ പേര് ചെയ്യുമ്പോൾ നെയിം ഓഫ് ദ ലിഗാൻഡ് നമ്മൾ അമോണിയ എന്നല്ല പറയാ, വി കോൾ ഇറ്റ് ആസ് അമൈൻ. നമുക്ക് നോമെൻക്ലേച്ചറിൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ നോക്കാം. ഇത് കുറച്ചെണ്ണത്തിന്റെ നിങ്ങൾ ഓർത്ത് വെക്കുക. അമോണിയ ചാർജ് ഇസ് 0 ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് എന്താണ്? അമൈൻ. സിമിലർലി ഇഫ് വി ടേക്ക് വാട്ടർ, യൂണിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇവിടെ എന്തായിരിക്കും? വാട്ടറിന്റെ കേസിൽ again in this case also charge is 0. ഇതിനെ നമ്മൾ പറയുക aqua. എന്താണ് ഈ ലിഗാൻഡിന്റെ പേര്? H2O ലിഗാൻഡ് ആയി വന്ന it is known as എന്താണ്? aqua. Similarly halide ion, നമ്മുടെ halide ion നമ്മുടെ X- പറയുമ്പോൾ Cl ആവാം, ബ്രോമിൻ ആവാം, I ആവാം. ഇതിന്റെ കേസിൽ നമുക്ക് ചാർജ് വരിക -1 ആൻഡ് നെയിം വരിക ഹാലോ. Cl ആണെച്ചാ ക്ലോറോ, Br ആണെച്ചാ ബ്രോമോ and so on. Let us see one more example. നമ്മുടെ cyanide ion. All these are coming under the category of unidentate ligand. Cyanide ion ആവുമ്പോൾ എന്താണ്? Cn-. In this case charge എന്താണ്? -1. Cn- ആണ് മെറ്റലിന്റെ ചുറ്റും വന്നേച്ചാ നമ്മൾ അതിന് പറയണ ലിഗാൻഡിന് പറയണ പേരാണ് സൈനോ. ആൻഡ് ഇതേപോലെ ഉണ്ട് നമ്മുടെ സൾഫേറ്റ് ആണെച്ചാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ സൾഫേറ്റ് അയൺ ആണ് തന്നിരിക്കുന്നത്. സൾഫേറ്റ് അയൺ വെച്ചാൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? വി റൈറ്റ് ഇറ്റ് ആസ് SO4 2- ആൻഡ് ചാർജ് എന്തായിരിക്കും? ചാർജ് വിൽ ബി -2 ആൻഡ് ലിഗാൻഡിന്റെ പേര് എന്താണ്? വി കോൾ ഇറ്റ് ആസ് സൾഫേറ്റോ. സോ ഇതേപോലെ ഇതൊക്കെ യൂണിഡെന്റേറ്റിന്റെ ചില കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇതേപോലെ നമുക്ക് ഇതിന്റെ ചാർജ് അറിയാച്ചാൽ, നമ്മുടെ ലിഗാൻഡിന്റെ ചാർജ് അറിയാച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? We can find out the oxidation number of the metal. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് CONH3 2Cl4 2+. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് the charge on the central metal ion കണ്ടുപിടിക്കാം. അപ്പോൾ let the charge on the central metal ion be X. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ NH3 പറയുമ്പോൾ നമ്മൾ ഇതാ തൊട്ട് മുമ്പേ നോക്കി. NH3 എന്താണ്? യൂണിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. NH3യുടെ കേസിൽ ചാർജ് എന്തായിരിക്കും വരിക? NH3യുടെ കേസിൽ ചാർജ് സോ ചാർജ് 0 ആണ്. എത്ര NH3 മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ നോക്കുക. എത്രയാണ്? 2 എണ്ണം. സോ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? This one is 2 into charge is 0. Again chlorine നോക്കുക. ക്ലോറിന്റെ കേസിൽ നമ്മൾ നോക്കി. ഹാലോ കമ്പൗണ്ട്സിന്റെ കേസിൽ എത്രയാണ് ചാർജ് വരുന്നത്? ഹാലൈഡ് ആണെച്ചാൽ Cl, Br, I ഏതാണെച്ചാലും ചാർജ് എന്താണ്? -1. സോ ഇവിടെ എത്ര ക്ലോറിൻ ആറ്റംസ് ഉണ്ട്? 4 എണ്ണം. സോ 4 into -1 equal to നമ്മുടെ ഓവറോൾ ചാർജ് നോക്കുക. ഓവറോൾ ചാർജ് ഇവിടെ ദിസ് വൺ is 2-. നമ്മുടെ ഓവറോൾ ചാർജ് 2- ആണ്. അപ്പൊ നമുക്കിത് നോക്കാം. നമ്മൾ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? -2. സോ ദിസ് വൺ ഈസ് X + 0 -4 equal to -2 or X equal to -2 + 4. That is എന്താണ്? ചാർജ്. So what is the charge on the central metal atom? The charge on the central metal atom is given as what? +2. അപ്പോൾ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് എന്താണ്? +2. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ സെൻട്രൽ മെറ്റൽ അയൺ കണ്ടുപിടിക്കുക. ലെറ്റ് us take one more example. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. NiCO4 ഇതാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാണ്? നമ്മുടെ നിക്കലിന്റെ ചാർജ് കണ്ടുപിടിക്കണം. ടോട്ടൽ ചാർജ് എത്രയാണ്? 0 ആണ്. കോംപ്ലക്സിൽ ചാർജ് ഒന്നുമില്ല. ഇനി ഇവിടെ നോക്കുക. നമ്മുടെ ലിഗാൻഡ് ഏതാണ്? ഇവിടെ CO ആണ് ലിഗാൻഡ്. ലിഗാൻഡിന് ഒരു ചാർജും ഇല്ല. ലിഗാൻഡിന്റെ ചാർജ് എന്താണ്? 0 ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മുടെ എന്തായിരിക്കും? X + 4 into 0 equal to 0. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? X equal to 0. അപ്പൊ ഇവിടെ എന്താണ്? In this case, the oxidation number in the given complex, the oxidation number of nickel is what? The oxidation number of nickel is 0. ഇതുപോലെയാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? We can write it as Ni0. So ഈ ഒരു കേസിൽ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? 0 ആയി മാറും. ഇതേപോലെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ നമ്മുടെ ലിഗാൻഡിന്റെ ചാർജ് വെച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഇനി ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത് എന്തിനാണ്? ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ നോമെൻക്ലേച്ചർ അല്ലെങ്കിൽ ലിഗാൻഡ്സിനെ നെയിം ചെയ്യാൻ. ലിഗാൻഡ്സിനെ നെയിം ചെയ്യുമ്പോൾ എന്താണോ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയിരിക്കുന്നത് അതിനെ നമ്മൾ
റോമൻ ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. നമുക്കത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ എങ്ങനെ നെയിം ചെയ്യാം, നോമെൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ നെയിമിങ്ങിന് ചില റൂൾസ് ആർ ദർ. അതിൽ ഫസ്റ്റ് റൂൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് ദ order of naming the ions. First one is the order of naming ions. എങ്ങനെയാണ് നമ്മൾ compoundsനെ നെയിം ചെയ്യുക? നമ്മുടെ compound ionic ആണെച്ചാൽ, if the compound is ionic, then we, so let us see, name of the cation is mentioned first, followed by name of the anion. രണ്ട് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ കോംപ്ലക്സിൽ നമ്മുടെ നെയിം ഓഫ് ദ കാറ്റയോൺ ഏറ്റവും ആദ്യം നമ്മൾ ഏതാ എഴുതുക? പൊട്ടാഷ്യം ഈസ് റിട്ടേൺ ഫസ്റ്റ്, ഫോളോഡ് ബൈ നെയിം ഓഫ് ദ ആനയോൺ. ആദ്യം പൊട്ടാഷ്യം പറഞ്ഞ് തുടങ്ങിയിട്ടാണ് നമ്മൾ ആനയോന്റെ പേര് എഴുതുക. സെക്കൻഡ് കേസിൽ എന്താണ്? നമ്മുടെ കോമ്പൗണ്ട് കേസിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ CO NH3 5Cl എന്താണ് 2+. ഇതാണ് നമ്മുടെ കാറ്റയോൺ ഫസ്റ്റ് വരുന്നത്. അപ്പൊ ആദ്യം ഇതാണ് എഴുതേണ്ടത്. ഫോർ followed by name of the anion. ഏതാണ് ആനയോൺ? Cl-. ആദ്യം ഈ പാർട്ട് പറയണം, അടുത്തതാണ് ഇത് പറയണം. ഇനി നോൺ അയണിക് കോംപ്ലക്സസ് ആണെച്ചാൽ കോംപ്ലക്സിന്റെ പേരാണ് ആദ്യം പറയേണ്ടത്. ഇതിപ്പോ നമ്മുടെ എന്താണ്? അയണിക് കോമ്പൗണ്ടിന്റെ കേസിലാണ് ഫസ്റ്റ് റൂൾ. ഇനി കോംപ്ലക്സ് നോൺ അയണിക് ആണെച്ചാൽ ഏതാണ്? കോംപ്ലക്സ് കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിൽ വരുന്ന കോംപ്ലക്സിന്റെ പേരാണ് ആദ്യം വരിക. സെക്കൻഡ് പോയിന്റ് എന്താണ്? നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ സ്പിയർ. നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിൽ വരുന്ന കോർഡിനേഷൻ സ്പിയറിനെ എങ്ങനെ വേണം നമുക്ക് നെയിം ചെയ്യാൻ? സോ നെയിമിംഗ് ഓഫ് ദ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുമ്പോൾ വി ക്യാൻ ഈ രീതിയിലാണ് നമ്മൾ നെയിം ചെയ്യുക. നെയിമിംഗ് ഓഫ് ദ കോർഡിനേഷൻ സ്പിയറിൽ നോക്കുക. നെയിമിംഗ് ഓഫ് ദ കോർഡിനേഷൻ സ്പിയറിൽ ആദ്യം എന്താണ് നമ്മൾ എഴുതേണ്ടത്? കോർഡിനേഷൻ സ്പിയർ പറയുമ്പോൾ ഏതാണ്? ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ വരുന്നത്. ഇതിൽ ഇതാണ് ഒരു എക്സാമ്പിൾ വെച്ചാൽ ആദ്യം ഏതിന്റെ പേര് എഴുതണം? ലിഗാൻഡിന്റെ പേര് എഴുതണം. എന്താണ് ലിഗാൻഡ്? ലിഗാൻഡിന്റെ പേര് എഴുതിയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതണം. അത് കഴിഞ്ഞ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ എന്തിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറിക്കൽസിൽ റെപ്രസെന്റ് ചെയ്യണം. സോ ഈ നെയിമിംഗ് ഓഫ് ദ ലിഗാൻഡ് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ CO NH3 6 times 3+. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓർഡർ പ്രകാരം ആദ്യം എന്താ വേണ്ടത്? ആദ്യം നെയിം ഓഫ് ദ ലിഗാൻഡ് ആണ് പറയേണ്ടത്. ഇവിടെ ഏതാണ് നമ്മുടെ ലിഗാൻഡ്? ലിഗാൻഡ് NH3 ആണ് തന്നിരിക്കുന്നത്. NH3 പറയുമ്പോൾ നമ്മൾ പറഞ്ഞു NH3നെ നമ്മൾ NH3 എന്നല്ല പറയുക. നമ്മൾ ആ ചാർട്ട് നോക്കിയപ്പോ അല്ലെ ഇവിടെ പറഞ്ഞു നെയിം എന്താണ് നമ്മൾ കൊടുക്കുക? അമൈൻ എന്നാണ് പറയുക. സോ ഇവിടെ അമൈൻ എത്ര എണ്ണം ഉണ്ട്? 6. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ? 6 NH3 molecule is that. So name of the ligand first പറയുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? It is known as hexaamine. It is known as hexaamine. So name of the ligand first പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? Next is the name of the central metal atom. ഏതാണ് നമ്മുടെ central metal atom? ഇവിടെ central metal atom. This one is our central metal atom. അതെന്താണ്? നമ്മുടെ കോബാൾട്ട്. സോ കോബാൾട്ട് എഴുതി. ഇനി മൂന്നാമത്തത് എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതും ഈ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്തിൽ എഴുതണം? ഓക്സിഡേഷൻ നമ്പർ ഷുഡ് ബി റെപ്രസെന്റഡ് ഇൻ റോമൻ ന്യൂമറിക്കൽസ്. അപ്പൊ എന്താണ് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ? ഇവിടെ കാണുക. ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? X നമ്മുടെ ഇത് എന്ത് ലിഗാൻഡ് ആണ്? 0 ആണ്. So x plus 6 into 0 equal to -3 or x equal to നമ്മുടെ ചാർജ് ഇവിടെ പറഞ്ഞു 0 ആണ്. സോ നമ്മുടെ ചാർജ് നമുക്ക് ഇവിടെ നോക്കാം. സോ +3 ആണ്. സോ x equal to എന്താണ്? +3. അപ്പൊ ചാർജ് എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ +3. ഇനി നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതി. ഇനി ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ എഴുതണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ റോമൻ ന്യൂമറിക്കൽസിൽ. അപ്പൊ എങ്ങനെ എഴുതുക? ദിസ് വൺ. സോ നമ്മുടെ കോമ്പൗണ്ട് അയൺ എന്താണ് നമ്മൾ എഴുതുക? ഹെക്സാഅമൈൻ കോബാൾട്ട് 3 അയൺ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? നെയിമിംഗ് ചെയ്യാൻ പറ്റുക. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് FeCN6 3-. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്.
അപ്പൊ ഏറ്റവും ആദ്യം നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്ത് വേണം, നമ്മുടെ ലിഗാൻഡിന്റെ പേര് എഴുതണം അല്ലെ. ഇവിടെ ലിഗാൻഡ് പറയുന്നത് ഏതാണ്, നമ്മുടെ CN ആണ്. CN എന്താ നമ്മൾ ആ ചാർട്ടിൽ നോക്കുക. CN വരുമ്പോ എന്താണ് അതിനെ പറയാ, വി കോൾ ഇറ്റ് ആസ് എന്താണ്, ലിഗാൻഡ് എന്താണ്, സൈനോ. സോ ഇവിടെ നോക്കാം എത്ര CN ഉണ്ട്, 6 എണ്ണം ഉണ്ട്. സോ നമുക്ക് എങ്ങനെ പറയാം, ലിഗാൻഡിന്റെ പേര് ആദ്യം പറയാം. ഇറ്റ് വിൽ ബി ഹെക്സാ സൈനോ. സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണ്, അയൺ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിനെ എന്ത് പറയും, വി കോൾ ഇറ്റ് ആസ് ഫെറേറ്റ്. ഹെക്സാ സൈനോ ഫെറേറ്റ്. എഗെയിൻ നമ്മൾ നോക്കുക, x - 6 + 3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, ദിസ് വൺ വിൽ ബി x - 6 - 3. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഇറ്റ് വിൽ ബി 3. So what is its name? It is hexacyanoferrate ion. ഇനി നമുക്ക് നോക്കാം നെയിമിംഗ് ഓഫ് ദ ലിഗാൻഡ്. നമ്മളിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞു നമ്മൾ ലിഗാൻഡ്സിന് എങ്ങനെ പേര് കൊടുക്കാം. അപ്പൊ ലിഗാൻഡ്സ് ക്യാരിങ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, നെയിമിംഗ് ഓഫ് ലിഗാൻഡ്സ്. നെയിമിംഗ് ഓഫ് ലിഗാൻഡ്സ് നമ്മൾ ചെറിയ രീതിയിൽ നോക്കി. CN ആണ് വെച്ചാൽ സൈനോ. സോ ലിഗാൻഡ്സ് ക്യാരിങ് എ നെഗറ്റീവ് ചാർജ് ആണ് വെച്ചാൽ നമ്മുടെ ലിഗാൻഡ്സ് ഇപ്പൊ Cl- അല്ലെങ്കിൽ CN- ഇതേപോലെ ലിഗാൻഡ്സ് ക്യാരിങ് നെഗറ്റീവ് ചാർജ് വെച്ചാൽ നമ്മൾ അതിന്റെ പേരിന്റെ ലാസ്റ്റില് എന്തിടും, വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് O. ഫോർ എക്സാമ്പിൾ Cl ആണ് എന്താണ്, ഇറ്റ് വിൽ ബി ക്ലോറോ, നെഗറ്റീവ് ലിഗാൻഡ് ആണ്. സിമിലർലി CN ആണ് എന്താണ്, സൈനോ. അതേപോലെ നമ്മുടെ വിചാരിക്കുക OH- ആണ് വെച്ചാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഹൈഡ്രോക്സോ. അപ്പൊ ലാസ്റ്റ് എന്ത് ഇടും, നമ്മുടെ നെഗറ്റീവ് ചാർജ് ആണ് വെച്ചാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എൻഡിങ് വേർഡ് എന്തായിരിക്കും, O ആയിരിക്കും. ഇപ്പൊ SO4 2- ആണ് വെച്ചാൽ എന്തായിരിക്കും, ഇവിടെ തന്നെ എഴുതാം. SO4 2- ആണ് വെച്ചാൽ ലാസ്റ്റ് O ഇടണം. അപ്പൊ അതെന്തായി മാറും, ഇറ്റ് വിൽ ബി സൾഫാറ്റോ. ഇനി അതേപോലെ നമുക്ക് നോക്കാം നമ്മുടെ ലിഗാൻഡ്സ്. നെഗറ്റീവിന്റെ കേസിൽ O നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ ന്യൂട്രൽ ലിഗാൻഡ്സ് ആണ് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറിസ്റ്റിക് എൻഡിങ് ഒന്നുമില്ല. ഇനി അതേപോലെ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് വെച്ചാൽ നമ്മൾ എൻഡിങ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുക, IUM. ഫോർ എക്സാമ്പിൾ NO2+. അപ്പോൾ നമ്മൾ ഇതിന് പേരെന്താ പറയുക, ഇറ്റ് ഈസ് നോൺ ആസ് നൈട്രോണിയം. ഇതുപോലെയാണ് ചെയ്യുക. ഇനി ചില എക്സെപ്ഷൻസ് ഉള്ള കേസാണ് നമ്മൾ പറഞ്ഞ H2O. H2O എന്താണ് നമ്മൾ പറഞ്ഞ, ligand is known as aqua. NH3, the name of the ligand is what? It is amine. CO ആണ് വെച്ചാൽ എന്തായിരിക്കും, ligand is carbonyl. Similarly NO ആണ് വെച്ചാൽ the ligand is named as what? It is named as nitrosyl. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അടുത്തത് order of naming ligands. നമുക്ക് ഒരു കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിൽ 2 ലിഗാൻഡ്സ് ഉണ്ട് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം CONH3. ഒരു മിനിറ്റ്, CONH3 4 Cl NO2 ആൻഡ് പുറത്താണ് നമ്മുടെ അയനൈസേഷൻ സ്പിയറിലാണ് Cl. സോ ഇവിടെ നോക്കുക നമ്മുടെ ലിഗാൻഡ്സ് സെയിം കൈൻഡ് ആണ് വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ പലതരം ലിഗാൻഡ്സ് ആണ് വെച്ചാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. സോ പലതരം ലിഗാൻഡ്സ് ആണ് വെച്ചാൽ വി നെയിം ഇറ്റ് ഓർ വി ഓർഡർ ഇറ്റ് ഇൻ എന്താണ്, ആൽഫബറ്റിക്കൽ ഓർഡർ. ഫോർ എക്സാമ്പിൾ ഓർഡർ എന്തായിരിക്കും, അപ്പൊ ഇതിന്റെ ഇറ്റ് വിൽ ബി ക്ലോറോ, സോറി ആൽഫബറ്റിക്കൽ ഓർഡർ അല്ല നമ്മുടെ. അപ്പൊ എന്തായിരിക്കും, നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. സോ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ പറയുമ്പോൾ ക്ലോറോ അല്ല, ഏറ്റവും ആദ്യം ഏതാ വരിക, നമ്മുടെ അമൈൻ അല്ലെ. ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ അമൈൻ, പിന്നെ ക്ലോറോ ആൻഡ് പിന്നെ എന്താണ്, നൈട്രോ. അപ്പൊ സെയിം കൈൻഡ് ഓഫ് ലിഗാൻഡ്സ് ആണ് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് കോർഡിനേഷൻ സ്പിയറിൽ വരുന്നുണ്ട് വെച്ചാൽ അതിനെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക, വി നെയിം ഇറ്റ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. സോ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയിമിംഗ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ CONH3 6 Cl3. നമ്മുടെ ഏറ്റവും ആദ്യത്തെ റൂളിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കാറ്റയോണിക് പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആദ്യം പറയേണ്ടത് അല്ലെ. നമ്മൾ ഓർഡറിലത്തെ നെയിമിംഗിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്, കോമ്പൗണ്ട് അയനിങ് ആണെച്ചാൽ ഫസ്റ്റ് എന്ത് പറയണം, നമ്മൾ
നമ്മുടെ കാറ്റയോൺ ഫോളോഡ് ബൈ ആനി. സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിൽ എന്താ വരുന്നത്? എത്ര ലിഗാൻഡ്സ് ഉണ്ട്? 6 എണ്ണം. അപ്പൊ എന്താ എഴുതുക? ഹെക്സ. ഏതാണ് നമ്മുടെ ലിഗാൻഡ്? ഇറ്റ് ഈസ് അവർ NH3. അപ്പൊ എന്താണ്? ഹെക്സ അമൈൻ കോബാൾട്ട് 3. ഇനി അയനൈസേഷൻ സ്പിയറിൽ എന്താ വരുന്നത്? കോബാൾട്ട് 3. What is that? It is chloride. Let us take one more example. Let us take the example for this one. CO NH3 4 times Cl NO2. അയനൈസേഷൻ സ്പിയറിൽ വരുന്നത് എന്താണ്? NO3. സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? NH3 ഉണ്ട്, Cl ഉണ്ട്, NO2 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ. അപ്പൊ ഏറ്റവും ആദ്യം വരെ അമൈൻ. എത്ര അമൈൻ ഉണ്ട്? 4 എണ്ണം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടെട്രാ അമൈൻ. പിന്നെന്താണ്? ദിസ് വൺ ഈസ് ക്ലോറിഡോ നൈട്രോ കോബാൾട്ട്. എത്രയാണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ബി 3 നൈട്രേറ്റ്. ലെറ്റ് us take one more example. മൂന്നാമത്തത് NiCO4. നമ്മൾ നോക്കി, CO പറയുമ്പോൾ ചാർജ് എന്താണ്? അതിന്റെ ചാർജ് 0 ആണ്. സോ നിക്കൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. നമ്മൾ തൊട്ടുമുമ്പ് കുറച്ച് എക്സാമ്പിളിൽ നോക്കിയതാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നെയിം ചെയ്യാം? ഇറ്റ് ക്യാൻ ബി നെയിംഡ് ആസ് ടെട്രാ. CO പറയുമ്പോൾ എന്ത് ഗ്രൂപ്പാണ്? ഇറ്റ് ഈസ് കാർബണിൽ. എന്താണ് അതിന്റെ പേര്? ടെട്രാ കാർബണിൽ നിക്കൽ. ഇനി ഇവിടെ നോക്കുക, ഓക്സിഡേഷൻ നമ്പർ ഫോർ സെൻട്രൽ മെറ്റൽ ആറ്റം എന്താണ്? 0 ആണ്. നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ദിസ് വേ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ K4NiCN4. ഇവിടെ നോക്കാം. ഇവിടെ എന്താ നമുക്ക് എഴുതാം? ഏറ്റവും ആദ്യം അപ്പൊ എന്ത് എഴുതണം? ആദ്യം ദിസ് പാർട്ട് ഈ സൈഡിൽ വരുമ്പോൾ ഇത് വേണം ആദ്യം എഴുതാം. കോർഡിനേഷൻ സ്പിയറിന്റെ മുമ്പിലുള്ളത് എന്താണ്? നമ്മുടെ കോർഡിനേഷൻ സ്പിയറിന്റെ മുമ്പിൽ ഇറ്റ് ഈസ് പൊട്ടാഷ്യം. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. സോ ഇറ്റ് ഈസ് പൊട്ടാഷ്യം ടെട്രാ സൈനോ. എന്താണ് അതിന് പറയുക? ഇറ്റ് ഈസ് പൊട്ടാഷ്യം ടെട്രാ സൈനോ നിക്ലേറ്റ്. ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്താ വരിക? ഓക്സിഡേഷൻ നമ്പർ വിൽ ബി 0. എങ്ങനെയാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ 0 വരിക? നമുക്ക് നോക്കാം. 4 + x - 4. ലിഗാൻഡ് എന്ത് ലിഗാൻഡ് ആണ്? നെഗറ്റീവ് ലിഗാൻഡ് ആണ്. സോ x = 0. സോ ഇൻ ദിസ് കേസ് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ഇറ്റ് വിൽ ബി 0. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരു ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ലെറ്റ് us see. പൊട്ടാഷ്യം തന്നെ നോക്കാം. K3FeCN6 കോർഡിനേഷൻ സ്പിയർ. അപ്പൊ ഇവിടെ എന്താ വേണ്ട? ആദ്യം എഴുതേണ്ടത് പൊട്ടാഷ്യം ഹെക്സാസൈനോ ഫെറേറ്റ്. സിമിലർലി K4Ni നമ്മൾ പറഞ്ഞതാണ്. വേറൊരു എക്സാമ്പിളും കൂടി എടുക്കാം. Let us take one more example. Let it be CrH2O 4 times Cl2Cl. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ക്രോമിയം ഉണ്ട്, 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? H2O ഉണ്ട്, Cl ഉണ്ട്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. നമുക്ക് എഴുതാം. 4 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ഈസ് ടെട്രാ. H2O ആണ് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലിഗാൻഡ് പേരെന്താണ്? എക്വ. ടെട്രാ എക്വ. എത്ര എണ്ണം ഉണ്ട്? 2. സോ ഇറ്റ് വിൽ ബി ഡൈക്ലോറോ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ക്രോമിയം. ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ടെട്രാ എക്വ ഡൈക്ലോറോ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക. എക്സ് നമ്മുടെ H2O പറയുമ്പോൾ എന്താണ്? അതിൽ ചാർജ് ഇല്ല. -2 നമ്മുടെ എന്താണ്? -1. സോ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് വിൽ ബി 3. സോ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യു ട്രൈ ടു റൈറ്റ് ഡൗൺ ദ നെയിമിംഗ് ഫോർ ദിസ് വൺ ഓൾസോ. PTNH36Cl4.
കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. എഗെയിൻ നമുക്കിത് പറയാം. ഇതെന്താണ്? ഹെക്സ അമൈൻ. 6 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ഈസ് ഹെക്സ അമൈൻ. ലിഗാൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് എഴുതണം. എന്താണ്? പ്ലാറ്റിനം. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേഷൻ നമ്പർ. Cl 4- ആണ് വരിക. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 4+ ആയിരിക്കും. ക്ലോറൈഡ്. സോ നോമിൻക്ലേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോമിൻക്ലേച്ചർ പഠിക്കുക. അതിന്റെ നെയിമിംഗ് നോക്കുക. ലിഗാൻഡിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. താങ്ക് യു.